യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ്, ഡേ 14. നമ്മളുടെ 14 ദിവസമായി നീണ്ടു നിന്ന ജേർണി ഇന്ന് തീരുകയാണ്. ഇത്രയും ദിവസം നമ്മളോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ പ്രാക്ടീസസ് മുടങ്ങാതെ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. സ്വയം സ്നേഹിച്ചും സ്വയം ഹീൽ ചെയ്തും എങ്ങനെയാണ് നമ്മളുടെ ഊർജത്തിനെ പോസിറ്റീവാക്കി മാറ്റേണ്ടത് എന്നാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഒരു ബ്ലെസ്സിങ് ആണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദിവസത്തെ വളരെ പോസിറ്റീവാക്കി പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ അതെത്ര നല്ലതായിരിക്കും അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഓടി നമ്മളുടെ കാര്യങ്ങളിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്. ആ ഒരു നിമിഷം മുതൽ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തുടങ്ങുക. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ദിവസം ദാനമായി ബ്ലെസ്സിങ് ആയി കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു ബോധത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഈ സമയത്തിന് നമുക്ക് പ്ലാറ്റിനം 30 ടൈം എന്ന് പറയാം. എക്സാക്ട്ലി 30 മിനിറ്റ്സ് അല്ല, പക്ഷെ ആ ഒരു സമയം അതെന്ന് വെച്ചാൽ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് ആക്കി മാറ്റുവാൻ ഈ സമയം വളരെ അധികം ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ടൈം എന്ന് പറയാം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ട് ഉപയോഗപ്പെടുത്തുക. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, മെഡിറ്റേഷൻ, അഫർമേഷൻ, മിറർ വർക്ക് എക്സസൈസ്, പ്രാണായാമ, യോഗ, ഇതിനൊക്കെ വേണ്ടി ഈ ഒരു സമയത്തിനെ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. അതിന് ശേഷമുള്ള ആ ഒരു സമയം വളരെ പ്രൊഡക്റ്റീവാക്കി വളരെ പോസിറ്റീവാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം മൈൻഡ്ഫുൾനെസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുക. സമയം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ? ആ സമയത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് വിജയവും പരാജയവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റുവാൻ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. എല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. സെൽഫ് കെയറിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒന്നും കഴിയാതെ നമുക്കുള്ള ഈ ഒരു പ്രസന്റ് മൊമെന്റിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്തുകൊണ്ട് പ്രസന്റ് മൊമെന്റിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ഓരോ നിമിഷത്തിൻ്റെയും ഓരോ വാക്കുകളുടെയും ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ അതൊന്നും മറ്റൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാക്കാതെ ഇരിക്കുവാൻ കോൺഷ്യസ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ അബ്സോർവ് ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിക്കുക. എല്ലാ നെഗറ്റിവിറ്റിയും സ്വീകരിക്കാനുള്ള ഒരു ഡസ്റ്റ്ബിൻ അല്ല നമ്മൾ എന്ന് മനസ്സിലാക്കുക. സെറ്റ് എ ബൗണ്ടറി. മനസ്സിന് ഒരു മതിൽ കെട്ടുക. നെഗറ്റീവായ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക. എല്ലാം നമുക്കുള്ളതല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതിനെ മാത്രം സ്വീകരിക്കാൻ ശ്രമിക്കുക. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ഇൻപുട്സിൽ നിന്നാണ് നമ്മളുടെ ബ്രെയിൻ തോട്ട്സ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ തോട്ട്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ഈ ഇൻപുട്സ് ആണ്. കാണേണ്ടത്, കേൾക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത് അതെല്ലാം ബോധപൂർവമായിട്ട് സെലക്ട് ചെയ്യുക. എല്ലാ നെഗറ്റിവിറ്റിയെയും അബ്സോർബ് ചെയ്യാനുള്ള ഡസ്റ്റ്ബിൻ ആകില്ല എന്ന് തന്നെ തീരുമാനിക്കുക. ജീവിതത്തിനെ എങ്ങനെയുള്ളതാക്കി മാറ്റണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ജേർണലിലും മിറർ വർക്കിലുമൊക്കെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അഫർമേഷൻ ഉണ്ട്. രാവിലെ തന്നെ കണ്ണാടിയിൽ നോക്കി നമ്മൾ പറയേണ്ടത് ഗുഡ് മോർണിംഗ്, ഐ ലവ് യു. നമ്മളുടെ പേര് ചേർത്ത് പറയുക. ഐ റിയലി ലവ് യു. ടുഡേ ഈസ് എ വണ്ടർഫുൾ ഡേ. യുവർ സ്മൈൽ ഈസ് ബ്യൂട്ടിഫുൾ. ടുഡേ ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ആർ കമ്മിങ്. ഇറ്റ്സ് എ ബ്ലെസ്ഡ് ഡേ. ആ ദിവസം ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്തു വേണം തുടങ്ങുവാൻ വേണ്ടിയിട്ട്. ഒരു വണ്ടർഫുൾ ഡേ ആയിരിക്കും. ആ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെ ആകണം നമ്മൾ അപ്രീസിയേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ദിവസം തുടങ്ങുക. അപ്പം ചെയ്യാം, എൻ്റെ ജീവിത വിജയത്തിന് അനുയോജ്യമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സന്തോഷം, സമാധാനം, സമ്പത്ത്, ആരോഗ്യം ഇവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന അഫർമേഷനും വളരെയധികം പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള ആ ഒരു സമയവും ഏറ്റവും പ്രൊഡക്റ്റീവാക്കി മാറ്റുക. നമ്മളുടെ ലാസ്റ്റ് തോട്ടിൽ ഉറങ്ങുന്നതിന് മുൻപുള്ള
എന്നുള്ള ലാസ്റ്റ് തോട്ടിലാണ് ഉപബോധ മനസ്സ് രാത്രിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ അത് കേൾക്കാനോ ശ്രമിക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക്, അത് ഗ്രാറ്റിറ്റ്യൂഡ് ആകട്ടെ, അല്ലെങ്കിൽ റീപ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന അഫർമേഷൻ ആകട്ടെ, മെഡിറ്റേഷൻ ആകട്ടെ, ഏതെങ്കിലും പരിശീലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ജീവിതം വളരെയധികം ബ്ലെസ്ഡ് ആണ്. അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ്. ആ ചിന്തകൾക്ക് കാരണമായ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ചിന്തകൾക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ജീവിതത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ 14 ദിവസങ്ങളിലായി നമ്മൾ പരിശീലിച്ച ആശയങ്ങളെ മനസ്സിലെടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്നതിന് താങ്ക് യു സോ മച്ച്.